പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരെയും ഈ സമയത്ത് ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം. കാരണം ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും അനുഭവിച്ചുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയാണ്. അല്പസമയത്തേക്ക് നമ്മളായിരിക്കുന്നിടങ്ങളിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകാതെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? സാധിക്കുന്ന എല്ലാവരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ രണ്ട് കരങ്ങളും അല്പം ഉയർത്തിപ്പിടിച്ച്, ദൈവമേ, എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഞാൻ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അത്ഭുതകരമായ ദൈവീക ഇടപെടലുകൾ ഉണ്ടാവണമേ എന്നാഗ്രഹിച്ച് നമുക്കെല്ലാവർക്കും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ എല്ലാവരുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ മഹത്വം, കർത്താവേ മഹത്വം, കർത്താവേ. കൈയടിച്ച് എല്ലാവരും ചേർന്ന് ആമേൻ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ആമേൻ. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, തിരുചൈതന്യം ആമേൻ ഞങ്ങളിലേകണമേ. ചേർന്ന് ഓ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായ ഒരു ദൈവ ചൈതന്യം വെളിപ്പെടുത്തട്ടെ. ത്രിയേക ദൈവത്തിൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിത്യസഹായകനെ, നിത്യസഹായകനെ, നിത്യം വാഴണമേ, നിത്യം വാഴണമേ. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, നിത്യസഹായകനെ, നിത്യം വാഴണമേ. പരിശുദ്ധാത്മാവേ, കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങളുമായി ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പഠിക്കേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങളുമായി ഞങ്ങളിൽ നിറയണമേ. ഉയർത്തി സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് എല്ലാവരുടെ മേൽ നിസ്സഹായകനെ അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കട്ടെ. ആരാധന, 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 ആരാധന. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളില് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. കർത്താവിന്റെ ആത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഒരു പുതിയ വിഷയം, ഒരു പുതിയ ശക്തി എല്ലാവരുടെ മേലും വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ സംഭവിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, സന്തോഷത്തോടെ കൈകളൊക്കെ കൂപ്പി ഒന്ന് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ഈശോയുടെ നാമത്തില് മഹത്വത്തിന്റെ പേരിൽ ഒന്ന് കൊടുത്തേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും സ്വസ്ഥമായിട്ടിരിക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനാ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലേ? അയ്യോ, പ്രാർത്ഥിക്കുന്നവരാണോ ഒന്നും? പലതരത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യുന്നു? നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ചിട്ട് ഈ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല. അപ്പം നമ്മൾ എന്തു ചെയ്യുന്നു? ഒരുപക്ഷെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പലരും പ്രാർത്ഥനാ ജീവിതത്തിൽ മടുത്തു പോയവരുണ്ടാവും, മടുപ്പ് അനുഭവപ്പെടുന്നവരുണ്ടാവും. ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇനി രക്ഷയില്ല, ഇനി പ്രാർത്ഥിക്കണ്ട, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അതോടൊപ്പം തന്നെ ചില പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ പ്രാർത്ഥനാ ഗ്രൂപ്പൊന്നും ഇല്ല, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ചില രോഗപീഠകൾ വന്നതിന് ശേഷം ദൈവമില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. കാരണം ജീവിതത്തിലെ അപ്രകാരമുള്ള അനുഭവങ്ങൾ നമ്മളെ അത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം. നമുക്ക് ജീവിതത്തിൽ
ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് അത് നടക്കുന്നില്ലെങ്കിൽ, സാധിച്ചു കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇത് പഠിക്കുമ്പോൾ നമ്മൾ വായിച്ച് പഠിക്കേണ്ടത് നമ്മുടെ ഈശോ മിശിഹായെക്കുറിച്ച് തന്നെയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22 അധ്യായം അതിൻ്റെ 42 തിരുവചനം. നമുക്കറിയാം, ഗെത്സമീൻ തോട്ടത്തിൽ ഈശോ കണ്ണുനീര് വാർത്ത് പ്രാർത്ഥിക്കുന്നതാണ് രംഗം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 22 വേഴ്സ് 42, 42 തിരുവചനം. ഈശോയുടെ പ്രാർത്ഥന എന്താ? പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഈശോയുടെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനയാണ്. ഈശോയുടെ പ്രാർത്ഥനയെക്കുറിച്ച് വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. എങ്ങനെയാ? രക്തം വിയർത്തു എന്നാ പറയണം. രക്തം വിയർത്തു. എപ്പോഴാണ് രക്തം വിയർക്കുന്നേ? രക്തം വിയർപ്പായിട്ട് മാറണമെങ്കിൽ അത്രയും വലിയ മാനസിക സംഘർഷം ഉള്ളിൽ അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ വിയർപ്പ് ധമനികളിലൂടെ ഇതാ രക്തം വിയർക്കുന്നത്. രക്തം വിയർത്തു പ്രാർത്ഥിച്ചു. അത്രയും വലിയ മാനസിക സംഘർഷം. ഈശോയുടെ പ്രാർത്ഥന, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. പ്രിയപ്പെട്ടവരെ, ഈശോ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഇതുപോലെ ഞാനും നീയും ചില സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, അങ്ങ് ഇടപെടണം, കർത്താവേ, ഈ വിഷയത്തിൽ ഉത്തരം വേണം. വലിയ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനയാണ്. എന്നാൽ ഈ വിഷയങ്ങൾ സാധിച്ചു കിട്ടുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? നമ്മൾ ഈശോയിൽ നിന്ന് തന്നെ പഠിക്കുകയാണ്. 22 അധ്യായം അതിൻ്റെ 43 തിരുവചനം. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവനെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണെന്നറിയോ? സ്വർഗം നമുക്ക് ശക്തി തരും ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ. ഈ ജീവിതത്തിൻ്റെ അനുഭവത്തെ അതിജീവിക്കാനുള്ള ശക്തി നമുക്ക് സ്വർഗം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു പ്രധാനപ്പെട്ട ആത്മീയ അവബോധമാണ്. കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിക്കാൻ വന്നൊരു സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ രക്ഷപ്പെടിയേല. അപ്പം ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, അല്ല സഹോദരി, രക്ഷപ്പെടും. ഇല്ലച്ചാ, ഞാൻ രക്ഷപ്പെടിയേല. ഇത്രയും നാൾ ഞാൻ പ്രാർത്ഥിച്ചില്ലേ, എന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടില്ലല്ലോ. അച്ഛാ, ഇനി ഞാൻ രക്ഷപ്പെടത്തില്ല. എൻ്റെ വീട്ടിൽ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടാണ് ധ്യാന മന്ദിരത്തിലോട്ട് വന്നത്. ചോദിച്ചു വന്നപ്പോൾ പോട്ടാശ്രമത്തിൽ ധ്യാന ശുശ്രൂഷയ്ക്ക് പോകുന്നതിൽ എതിര് നിൽക്കുന്ന ഭർത്താവാണ്. ഭർത്താവ് ചോദിക്കുന്ന ചോദ്യം, ഇത്രയും നാൾ നീ പോട്ടയിൽ പോയിട്ട് നിനക്ക് എന്ത് കിട്ടി? പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഈ ചോദ്യം ഉണ്ടാവും. നിങ്ങൾ ഇത്രയും നാളും പള്ളിയിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? അല്ലേ? മക്കൾ ചോദിക്കുന്നില്ല ചില വീട്ടിൽ. അമ്മ ഇത്രയും നാളും ഈ പ്രാർത്ഥന ദൈവകാര്യത്തിന് നടന്നിട്ട് എന്ത് കിട്ടി? ഇത്രയും നാളും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് എന്ത് കിട്ടി? വീട്ടിൽ ചിലപ്പോൾ അസ്വസ്ഥപ്പെടുത്തും, അല്ലേ? നീ ഇങ്ങനെ ഈ ശാലോമം കണ്ടുകൊണ്ടിരുന്ന നിനക്ക് എന്ത് മെച്ചം? എന്ത് മെച്ചം? ഇതുകൊണ്ട് എന്താ ഗുണമുള്ളത്? അമ്മ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നോ, അപ്പൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നോ, ഇതുകൊണ്ട് എന്താ മെച്ചം? എന്തെങ്കിലും മെച്ചമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീ എന്നോട് പറയുക, അച്ഛാ, ഞാൻ രക്ഷപ്പെടിയേല, ഞാൻ രക്ഷപ്പെടിയേല. ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ രക്ഷപ്പെടിയേല എന്ന് ഒരു നിരാശ നിറഞ്ഞ ചിന്ത തലയ്ക്കകത്ത് വട്ടമിട്ട് പറക്കുന്നു. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പരാജയപ്പെട്ടു പോകുന്നു. ഇവിടെയാണ് സ്വർഗം തരുന്ന ശക്തിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സ്വർഗം നിന്റെ ജീവിതത്തിൽ നീ കാണാത്ത ഒരു വഴി തുറന്ന് നിന്നെ ശക്തിപ്പെടുത്തും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ജീവിതത്തിൽ മടുപ്പുള്ളവരും പരാജയപ്പെട്ടവരും വേണ്ടാന്ന് വെച്ചവരും തിരിച്ചറിയണം, സ്വർഗം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സ്വർഗം നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നു തരും. ഈശോ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇതാ ഒരു ശക്തി, അതാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. സ്വർഗം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനെന്ന വൈദികൻ ഇപ്പോൾ ഈ ശുശ്രൂഷ നടത്തുമ്പോൾ, നിങ്ങളുടെ മുമ്പിൽ ഇത് പങ്കുവയ്ക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഒരു വൈദികനായതിൻ്റെ പിന്നിലുള്ള വലിയ സങ്കടത്തിൻ്റെ, ഒരു ഭാരത്തിൻ്റെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ.
എൻ്റെ അപ്പൻ മരിച്ചിട്ട് 25 വർഷമായി. 2000 ജൂൺ മാസം 12-ാം തീയതിയാണ് എൻ്റെ അപ്പൻ മരിക്കുന്നത്. ഞാനന്ന് ഫിലോസഫി പഠിക്കുന്ന കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, സെമിനാരിയിൽ നിന്ന് വീട്ടിൽ ചെന്ന് ഞങ്ങൾ 7 മക്കളാണ്. അപ്പൻ്റെ മരണം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാരമായിരുന്നു. കാരണം 7 മക്കളിൽ 7-ാമനാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിലെ കാര്യം, എൻ്റെ അമ്മയുടെ കാര്യം ഇനി ആര് നോക്കും എന്നുള്ള ഒരു ചിന്ത എൻ്റെ തലയ്ക്കകത്തോട്ട് വന്നു. സെമിനാരി ജീവിതം അവസാനിപ്പിക്കാം. മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത. എന്തിനു വേണ്ടി? അമ്മയെ നോക്കണം, കുടുംബകാര്യങ്ങളൊക്കെ നോക്കണം, എന്നെക്കൊണ്ട് പറ്റുമെന്നൊരു ചിന്ത. ശവസംസ്കാരം കഴിഞ്ഞ് കുഴികാഴ്ചയും കഴിഞ്ഞ് തിരിച്ച് സെമിനാരിയിലെത്തി വലിയ ഭാരപ്പെട്ട് ജീവിക്കുന്ന സമയം. ആ ദിവസങ്ങളിലാണ് ഞങ്ങളുടെ സെമിനാരിയിൽ ഞങ്ങളുടെ വാർഷിക ധ്യാനം നടക്കുന്നത്. വാർഷിക ധ്യാനം നടത്താൻ വന്നിരിക്കുന്നത് ഫാദർ മൈക്കിൾ പനച്ചിക്കൽ എന്ന് പറയുന്ന വിൻസെൻഷൻ സഭയുടെ തന്നെ ശക്തനായ ഒരു വൈദികൻ. ഒത്തിരി പാട്ടുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് അച്ഛനെ പരിചയമുണ്ട് അല്ലേ? തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ സുന്ദരമായ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ഫാദർ മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ. പ്രിയപ്പെട്ടവരെ, ധ്യാനം മുന്നോട്ട് നീങ്ങുന്നു. ഞാൻ വളരെ അസ്വസ്ഥനാണ്. ധ്യാനത്തിൻ്റെ 2-ാം ദിവസം ഈ മൈക്കിൾ അച്ഛൻ്റെ മുറിയിലോട്ട് ചെന്നിട്ട് അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ, ഞാനൊരു ഭാരത്തിലാണ്. കാരണം എൻ്റെ അപ്പൻ മരിച്ചു. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 7 മക്കളാണ്. ഞാൻ 7-ാമനാണ്. എൻ്റെ അമ്മയെ എനിക്ക് നോക്കണം, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്ത ഭാരമുണ്ട്. വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ തിരിച്ചു പോകണം എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അച്ഛൻ എന്നോട് ചോദിച്ചു, ബ്രദർ തിരിച്ചു പോയാൽ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരുവോ? ഞാൻ പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീട്ടിലെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ബ്രദറെ, സ്വർഗത്തിലൊരു ദൈവമുണ്ട്. ഈ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ബ്രദർ ഒരു കാര്യം ചെയ്യൂ. ബ്രദർ ഈ വിളിയിൽ ആയിരുന്ന് ഒരു വൈദികനായി ജീവിക്കുമ്പോൾ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, ഈശോ ബ്രദറിൻ്റെ കുടുംബത്തെ നോക്കിക്കൊള്ളും. എന്ന് മാത്രമല്ല, ബ്രദറിന് പോയാൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ അതിനപ്പുറമാണ് ഈശോയുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇതൊരു കോൺട്രാക്റ്റാണ്. ബ്രദർ ഈശോയ്ക്ക് വേണ്ടി നിലകൊണ്ടാൽ ബ്രദറിൻ്റെ കുടുംബത്തെ ഈശോ നോക്കിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, അത് കേട്ടപ്പോൾ എനിക്കത് കൊള്ളാമല്ലോ എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ അച്ഛൻ്റെ മുമ്പിൽ വെച്ചൊരു തീരുമാനമെടുത്തു. എൻ്റെ ജീവിതം ഈശോയ്ക്ക്, ഈശോ എൻ്റെ കുടുംബത്തെ നോക്കിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, ഒരു വൈദികനായി ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ വചനം പറയുമ്പോൾ 25 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ ജീവിത വഴികളിലൂടെ കടന്നുപോയപ്പോൾ അനുഭവിച്ച ഓരോ അനുഭവങ്ങളും സ്വർഗം തന്ന ഒരു ശക്തിയാണ് നിലനിർത്തുന്നത്. എന്നെക്കുറിച്ച് പറയാനല്ല, മറിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കുക. നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ലല്ലോ, ഇത് രക്ഷയില്ലല്ലോ എന്നോർത്ത് മടുപ്പുണ്ടോ? ഇതാ സ്വർഗം നിനക്കൊരു ശക്തി നൽകും. എപ്പോഴാണെന്നറിയോ? പ്രാർത്ഥനയിൽ പിടിവിടരുത്. ദൈവത്തോടുള്ള ബന്ധം പിടിവിടരുത്. തലയ്ക്കകത്ത് പല ചിന്തകൾ വരും. പല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പലതും തോന്നും. യൂട്യൂബ് കാണുമ്പോൾ പലരുടെയും പല അഭിപ്രായങ്ങൾ കാണും. അതിലൊന്നും നിന്റെ തല കുടുങ്ങിക്കിടക്കരുത്. മറിച്ച് സർവശക്തനോടുള്ള ബന്ധം നിന്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കും. നിങ്ങൾക്ക് വായിച്ച് ധ്യാനിക്കാൻ ഒരു സുന്ദരമായ വചനം പറയാം. അത് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനമാണ്. 1 Corinthians chapter 10 verse 13 വചനം പറയാണ്, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. കണ്ടോ? 1-ാമത്തെ വചനം എന്താ? മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിനക്കുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ അനുഭവിക്കുന്ന പ്രശ്നം അതെന്താണോ അത് സാധാരണ എല്ലാ മനുഷ്യർക്കുണ്ടെന്ന്. എന്നാൽ നമുക്കെന്ത് തോന്നും? അയ്യോ, എനിക്ക് മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഇങ്ങനെ സഹിക്കുന്നു. അല്ല, ചുറ്റുവട്ടത്തുള്ള അനേകർ സമാനമായ ദുഃഖങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ്. നിന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇതുപോലെ അനേകർ ഇതേ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അടുത്ത വചനം ശ്രദ്ധിച്ചോണേ. വചനം പറയാണ്, ദൈവം വിശ്വസ്തനാണ്. ആരാണ് ദൈവം? നമ്മൾ വിശ്വസ്തരാണോ? എവിടെ? നമ്മൾ പറയും, പക്ഷേ നമ്മുടെ വിശ്വസ്തത പോലെയല്ല. ദൈവം വിശ്വസ്തനാണ്, ഒരിക്കലും പിടിവിടത്തില്ല. എന്നിട്ട് അടുത്ത വചനം ഇങ്ങനെയാണ്, നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കില്ല. നിനക്കൊരു പ്രശ്നം, ഒരു പ്രലോഭനം, ഒരു അസ്വസ്ഥത ഉണ്ടായാൽ ഓർത്തോണം,
നിന്റെ ശക്തിക്കതീതമായിട്ടുള്ളതല്ല, നിന്നെ കൊണ്ട് പറ്റും. നിന്നെ കൊണ്ട് പറ്റുമെന്ന്. കാരണം എങ്ങനെയാ വചനം പഠിപ്പിക്കുന്നത്? അടുത്ത വചനം ശ്രദ്ധിച്ചോണേ. നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് തരും. കണ്ടോ, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി തരുമെന്ന്. ശക്തി ആര് തരും? സ്വർഗം തരും. ഇന്ന് നീ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധികളെ നേരിടാനുള്ള ശക്തി സ്വർഗം തരും. പ്രിയപ്പെട്ടവരെ, ഈ ശക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനം പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. നെക്സ്റ്റ് വേർഡ് ഓഫ് ഗോഡ് 16-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. സഹായകൻ ആര്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ വിശുദ്ധ ഗ്രന്ഥം പരിചയപ്പെടുത്തുന്നത് സഹായകൻ എന്നാണ്. സഹായിക്കും. സ്വർഗം നിനക്ക് നൽകുന്ന സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. സ്വർഗം നിന്നെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. പലരും പലതും പറയും. നീ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? നീ ഇങ്ങനെ കൊന്ത ചൊല്ലി നടന്നിട്ട് എന്ത് കാര്യം? നീ ഇങ്ങനെ പള്ളിയിൽ പോയിട്ട് എന്ത് കാര്യം? നിന്റെ വീട്ടിൽ കഷ്ടതയില്ലേ? നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറുന്നുണ്ടോ? പലരും പലതും പറയും. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ പ്രാർത്ഥനയിലാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗം തരുന്ന ശക്തിയിലാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. സങ്കീർത്തകനായ ദാവീദ് നമ്മുടെ മുമ്പിൽ ഒരു സുന്ദരമായ വചനം പഠിപ്പിക്കും. സങ്കീർത്തനം 121, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 121. സുന്ദരമായ ഒരു സങ്കീർത്തന പുസ്തകം. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഈ സങ്കീർത്തനം 8 വചനങ്ങളേ ഉള്ളൂ, വായിച്ചോണേ. സങ്കീർത്തനം 121. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. കണ്ടോ, സ്വർഗം തരുന്ന ഒരു ശക്തി, സഹായത്തിലാണ് നമ്മുടെ ആശ്രയം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്ന അവസ്ഥയൊക്കെ വരും. പ്രാർത്ഥിച്ചിട്ടൊന്നും ഉത്തരവില്ലല്ലോ, മടുപ്പ് തോന്നുന്നു. ഇതിനിടയിൽ ആളുകൾ പലതും പറയുന്നു, ചുറ്റുവട്ടത്തുള്ള അനുഭവങ്ങൾ പലതും എൻ്റെ മുമ്പിൽ വരുന്നു. ഇതൊക്കെ നിർത്തണോ? പ്രാർത്ഥന വേണ്ടേ എന്നൊക്കെ തോന്നുമ്പോൾ ഓർത്തോണം, ഈ പ്രാർത്ഥനയാണ് നമ്മുടെ ശക്തി. സ്വർഗം തരുന്ന ശക്തി ഇതാണ്. ഇതിൽ ആശ്രയിച്ചാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഗെത്സമീൻ തോട്ടത്തിൽ കണ്ണുനീർ വാർത്ത ഈശോയുടെ മുഖം മനസ്സിൽ ഓർത്തോണം. അപ്പോൾ എന്തു പറ്റി? ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ, സ്വർഗത്തിൽ നിന്ന് ഒരു ശക്തി, സ്വർഗം തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ ജീവിതാനുഭവങ്ങളെ ബലപ്പെടുത്തും. നമുക്ക് തുടർന്നുള്ള ആരാധന സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, 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 ഈ സ്വർഗശക്തി അനുഭവിക്കാൻ കൃപ തരണം. സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ചേർന്ന് ആരാധിക്കാം. ആമേൻ, ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന,
ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് ഞങ്ങളിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. ഈ പരിശുദ്ധ അൽത്താര നമ്മളോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടാത്തപ്പോഴും ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നമ്മൾ ഇട്ടിട്ട് പോയേക്കരുത്. ഗെത്സമീൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ച ഈശോ നമുക്ക് വലിയ മാതൃകയാണ്. ഈശോയുടെ പ്രാർത്ഥന എന്തായിരുന്നു? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. തൊട്ടടുത്ത വചനം പഠിപ്പിക്കുന്നത്, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. സ്വർഗം അവനെ ശക്തിപ്പെടുത്തി. നമ്മുടെ അനുദിന ജീവിത വഴികളിൽ ഇതാ ഈശോ നമുക്ക് നൽകുന്ന വാഗ്ദാനം അതാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനാ ജീവിതമാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. സ്വർഗം തുറക്കപ്പെടുന്ന സമയമാണ് ഓരോ പ്രാർത്ഥനാ സമയവും. നമ്മുടെ ജീവിത വഴികളിൽ നമ്മൾ തളർന്നു പോകരുത്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ തളർത്തും. നീ പള്ളിയിൽ പോയിട്ട് കാര്യമില്ല, ഇത്രയും നാളും പോയിട്ട് ഇങ്ങനെയല്ലേ, നീ കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ട് കാര്യമില്ല, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നിന്റെ വീട്ടിൽ ഇങ്ങനെയല്ലേ, നീ ധ്യാന കേന്ദ്രങ്ങളിൽ പോകണ്ട, പോയിട്ട് എന്ത് കാര്യം എന്നിങ്ങനെ പലതരത്തിൽ നിനക്ക് പീഡകൾ ഉണ്ടാവും. ഇതാ ഈ പരിശുദ്ധ അൽത്താര പറയുന്ന കാര്യം, നിന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിച്ചോണം. അത് സ്വർഗം നമുക്ക് നൽകുന്ന ബലമാണ്. ദൈവമേ, കണ്ണുനീരോടെ എന്നും അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് കൃപ വേണം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ദൈവമേ പ്രാർത്ഥനാ വരം നൽകണം. കരഞ്ഞു പ്രാർത്ഥിക്കാൻ കർത്താവേ, കണ്ണുനീരേകണം കർത്താവേ. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ കണ്ണുനീരേകണേ. നിറഞ്ഞു പ്രാർത്ഥിക്കാൻ നാഥ, നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ ഉള്ളം തുറന്നിടണേ. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ, കണ്ണുനീരേകണം. കണ്ണുനീരേകണേ. നിറഞ്ഞു പ്രാർത്ഥിക്കാൻ, നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ കർത്താവേ നാഥ ഉള്ളം തുറന്നിടണേ. സാധിക്കുന്നവര് രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ ഒന്ന് വിരിച്ചു പിടിച്ച്, കർത്താവേ, ജീവിതത്തില് പല കുരിശനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾ വീഴാതിരിക്കാൻ കർത്താവേ, അങ്ങയുടെ കുരിശാണ് ഞങ്ങളുടെ ശക്തി. ഞങ്ങളെ ഒരിക്കലും കൈവിടാത്ത അങ്ങയിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. ദൈവമേ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ വ്യക്തി ജീവിതം, ഞങ്ങളുടെ കണ്ണുനീരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നിന്റെ സഹനത്തെ ഒരു സ്തുതിപ്പാക്കി മാറ്റട്ടെ. സ്വർഗം നിനക്ക് ശക്തി നൽകുന്ന സമയമാണ്. സ്വർഗം നിന്നിൽ ഇടപെടുന്ന സമയമാണ്. എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കരഞ്ഞ് പ്രാർത്ഥിക്കാൻ കണ്ണുനീരേകണമേ കർത്താവേ. ദൈവമേ, ഞങ്ങളിൽ അങ്ങ് ഇടപെടണമേ കർത്താവേ, അങ്ങ് ഇടപെടണമേ. ഓ ദൈവമേ, അങ്ങ് ഞങ്ങളിൽ ഇടപെടണമേ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആശ്രയിക്കുന്നു. ആരാധന, 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 ആരാധന. പ്രാർത്ഥിക്കുവാൻ നാഥ, നാഥ കണ്ണുനീരേകണേ. നിറഞ്ഞു പ്രാർത്ഥിക്കാൻ നാഥ, നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ ഓ ദൈവമേ, നാഥ ഉള്ളം തുറന്നിടണേ. രണ്ട് കരങ്ങളും പരിശുദ്ധ അൽത്താരയുടെ നേരെ നീട്ടിപ്പിടിക്കും. നിന്റെ കുടുംബത്തില് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥനാ ജീവിതം ഉപേക്ഷിച്ചവരുണ്ടാവും. ആരെങ്കിലുമൊക്കെ ദൈവവിശ്വാസം തന്നെ തള്ളിക്കളഞ്ഞവരുണ്ടാവും. ആരെങ്കിലുമൊക്കെ പള്ളിയിൽ പോകാതെ മാറി നിൽക്കുന്നവരുണ്ടാവും. പരസ്പര ശത്രുതയിൽ കഴിയുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ച യേശുവേ, അങ്ങയെ പോലെ ഞങ്ങൾക്കും വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാനുള്ള ബലം വേണം. ഞങ്ങൾ പലപ്പോഴും ജീവിതത്തിന്റെ കണ്ണുനീര് നിറഞ്ഞ അവസ്ഥയിൽ ഞങ്ങൾ ക്ഷീണിച്ചു പോകും. എല്ലാം നഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. കർത്താവേ, അങ്ങയിൽ പരിപൂർണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. കർത്താവേ, അങ്ങ് ഞങ്ങളിൽ അത്ഭുതകരമായിട്ട് ഇടപെടണമേ. ഓ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞു പ്രാർത്ഥിക്കാൻ ദൈവമേ. ആമേൻ. ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ കുടുംബത്തിന്റെ മേൽ കർത്താവ് നൽകുന്ന കൃപയാണിത്. വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. പ്രാർത്ഥനാ ജീവിതത്തിലാണ് നമ്മൾ ബലപ്പെടേണ്ടത്. പലതരത്തിലുള്ള തടസ്സങ്ങൾ കടന്നു വരും, പക്ഷേ ഉപേക്ഷിച്ചേക്കരുത്. ദൈവത്തോടുള്ള ബന്ധത്തിലാണ് നമ്മുടെ ശക്തി. പ്രാർത്ഥനയില്ലെങ്കിൽ നമ്മുടെ ജീവിതം മുരടിച്ചു പോകും. എല്ലാ അവസ്ഥകളും നമ്മൾ പരാജയപ്പെട്ടു പോകും. പല പല ജീവിതാനുഭവങ്ങൾ. പക്ഷേ ദൈവത്തെയും ദൈവകാര്യത്തെയും ഒരിക്കലും ഉപേക്ഷിക്കല്ലേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, അങ്ങനെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ വലിയൊരു ആശീർവാദം സ്വീകരിക്കാൻ പോവാണ്. യേശുവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും ആശീർവദിക്കണം. എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥനാ ജീവിതം വേണ്ടാന്ന് വെച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ആശീർവാദം അവർക്ക് വേണ്ടിയുള്ളതാണ് കർത്താവേ. നാഥാ, നീയല്ലാതെ ആരുമില്ല എന്നെ രക്ഷിപ്പാൻ. നാഥാ, നീയല്ലാതെ ആരുമില്ല എന്നെ സുഖപ്പെടുത്താൻ. നാഥാ, നീയല്ലാതെ ആരുമില്ല എന്നെ രക്ഷിപ്പാൻ. നാഥാ, നീയല്ലാതെ